ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് കഴിഞ്ഞ നമ്മുടെ ഫോർച്യൂൺസിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പിന്നെ കുറച്ച് കാലം ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ ഫോർച്യൂണറിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിന് വലിയ വ്യൂവേഴ്സ് ഇല്ല. രണ്ടാഴ്ച നോക്കിയപ്പോൾ അതിന് 100 മടക്കി വ്യൂവേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും എൻ്റെ തിരുമോന്ത കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത്തവണ ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ബെൻസ് ഉണ്ട്, പഴയ മോഡൽ. നമ്മുടെ വെള്ളിയാട്ട സിനിമക്കകത്തൊക്കെ മമ്മൂട്ടി ഉപയോഗിക്കുന്ന മോഡലായിട്ടൊരു ബെൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ജർമ്മൻ കാർ ബ്രാൻഡിലുള്ള ഒരു ബെൻസ് ഉണ്ട്, എന്തുകൊണ്ട് വീണ്ടും അങ്ങനത്തെ ഒരു വണ്ടി എടുത്തുകൂടാം. അപ്പം ഞാൻ നേരെ നമ്മുടെ BMW നിന്നും ഒരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ മോഡലല്ല, പഴയ മോഡൽ. എനിക്ക് കുറച്ച് പഴയ മോഡൽ വണ്ടികളോട് ഇഷ്ടമുണ്ട്. ഇതാണ് നമ്മുടെ BMW. ഞാനിവിടെ കടയിൽ കൊണ്ടുവന്നിട്ടാണ്, കടയിൽ ഒരു ഷോപ്പിൽ കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ട് ഫുൾ ഞാൻ ഇത്രയും ദൂരം ഹൈവേ കൂടെയൊക്കെ ഓടിച്ച് വന്ന് എൻ്റെ ആകെ ചെറിയായി. നല്ലൊരു BMW കിട്ടിയപ്പോൾ ഞാനും എടുത്തു. ഇത് M5 ആണ്. M5 ഈ BMW M5-ൻ്റെ ബാക്കി പറഞ്ഞല്ലോ ഒരു മോഡലാണ്. ഞാൻ 3 വണ്ടിയാണ് നോക്കിയത്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ. അതിന് ബ്ലാക്കും ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നമ്മുടെ ഒരു ബ്ലാക്ക് ബെൻസും ഉണ്ട്. ഒരു ബ്ലാക്ക് കളർ BMW, ഒരു ബ്ലൂ, റെഡ്, 3 ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു ബ്ലാക്ക് കളർ ബെൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു രണ്ട് ബ്ലാക്ക് കളറായി നമുക്കപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കാൻ കൊള്ളാമായിരിക്കും ഞാൻ വിചാരിച്ചു. ബട്ട് ബ്ലാക്ക് കളറിന് ബ്ലൂവിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലാക്കിന് എൻജിൻ പണി, ബ്ലൂവിന് അങ്ങനെ ഗിയർ ബോക്സിനും എൻജിനും പണി. പിന്നെ റെഡ് നോക്കിയപ്പം എനിക്കിപ്പോൾ ഈ റെഡിന് കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സ്പീഡോമീറ്റർ വർക്കാകത്തില്ല. അതാണ് ഇത്രയും സമയം നല്ല രസമാണ് വണ്ടി കാണാൻ. നമുക്ക് അങ്ങോട്ട് നേരെ എടുക്കാം, പിന്തിക്കാറുണ്ട്. അതൊക്കെ വണ്ടി എടുത്താൽ പോവാം. ഇവനെ നീ എൻ്റെ വണ്ടി ഇട്ടിരിക്കാൻ പണ്ട്. ഓവർ സ്പീഡ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ നേരെ ദൂരം പോയാണെങ്കിൽ വെറുതെ ഹോൺ അടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വണ്ടി എടുക്കല്ലേ, അവിടെ ഫുൾ സ്പീഡിൽ വണ്ടി എടുക്കുന്നു ഗൈസ്. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് ഗൈസ്, പക്ഷെ പറ്റിയില്ല. നമുക്കൊരു കാർ വാഷ് ഷോപ്പ് തപ്പി നടക്കുമായിരുന്നു. എന്തായാലും വണ്ടി കഴുകിയേക്കാം. അപ്പുറത്തെ ഹാൻഡ് വാഷ് വേണം, കാർ വാഷ് മതി. നമ്മൾ കൈ കൊണ്ട് വണ്ടി കഴുകുന്ന പരിപാടിയാണ്. വേണ്ട കുറേ സമയം എടുക്കും, എനിക്ക് അതിന് പോകുന്നതാണ്. ആ പറഞ്ഞ എന്താ പറയുക, 20 പൈസ ഇല്ല, തേഞ്ഞു. കാര്യം നമുക്ക് കുറച്ച് പൈസ തരട്ടെ, എന്നിട്ട് വണ്ടി എത്തണം. വരുന്ന വഴിക്ക് 2 ടോള്. ഈ വണ്ടി നമ്മൾ 10,000 രൂപ പോലും എടുക്കാനില്ലാത്ത പാപ്പനായിട്ട് BMW നടക്കുന്നത്. നമ്മളൊരു പാവപ്പെട്ടവനാണേ. നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പുറത്തോട്ട് വണ്ടി വരാതിരുന്നാൽ നന്നായിരുന്നു.
പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മളുണ്ട് 29 ലിറ്റർ, 50 ലിറ്റർ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 29 ലിറ്റർ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വണ്ടി സൂപ്പറായിട്ട് ഓടുന്നുണ്ട്. ഞാനിപ്പം ഒരു അടിപൊളി സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. പൊട്ടെ വണ്ടി സ്പീഡിൽ പോട്ടെ. പുറത്തൊന്നും വണ്ടിയില്ലല്ലോ. ഇല്ല ഗൈസ്, നല്ല കാര്യം. പക്ഷേ ഒരു വീടില്ലായിരുന്നു. നമുക്ക് കടയുടെ ഷെഡിൻ്റെ ഇടയിൽ കൂടി ഒന്ന് എനിക്ക് മോനെ മകനത് കിട്ടാ. ഇപ്പെടുക്കാം ഓക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ഇത്ര അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. സ്ഥലം ഓക്കെ ഗൈസ്, എവിടെ നിന്നെങ്കിലും നമുക്കിനും കുറച്ച് നമ്മുടെ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലെന്നില്ല. ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് പൈസ എടുക്കണം. നേരെ പോകാൻ പറ്റില്ല, സൈഡിലോട്ട് പോകാൻ നേരെ പോകാൻ പറ്റില്ല. ഈ ലോറിക്ക് നമ്മുടെ വണ്ടിയെക്കാളും പോകും. ലോറി അപ്പുറത്തെ വഴിയായിരുന്നു. ചില ലോറി അവിടെ നിന്ന് ഓടി വന്നേവും ഉണ്ടോ? കണ്ടില്ല ലോറിക്ക്. പക്ഷെ ലോറിയെ ഞാൻ കണ്ടില്ല. വണ്ടി അടിപൊളി വണ്ടിയുണ്ടോ? വഴിതെറ്റിപ്പോച്ച്. വണ്ടിയൊന്നും ഭാഗ്യം വണ്ടിയൊന്നും വന്നില്ല. ഞാൻ സംസാരിച്ച് ഞാൻ വരേണ്ട വഴി വരെ നടന്നു. ഓ ജീസസ്, ഒന്നും പറ്റിയില്ല. നമ്മൾ ഇന്ന് മണ്ടയിൽ കയറിയിട്ട് നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ലേ. ആദ്യം തപ്പിപ്പോയി. വൈപ്പർ ഫുള്ള് വരില്ല. അവിടെ വന്ന 3 വണ്ടിയുടെ വൈപ്പറിങ് ഫുള്ള് വരെ വരില്ല. എന്താണെന്ന് അറിയത്തില്ല. വൈപ്പറിൻ്റെ മോട്ടറിനെല്ലാം കംപ്ലൈൻ്റ് ആവും. കാലപ്പഴക്കം കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയതാണ്. ഹലോ കോമറ്റ്, സുഖമാണോ? അതിൻ്റെ ഇടയിൽ കോമറ്റിന് വന്നു നോക്കാം. വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻഡിക്കേറ്റർ കളിക്കാതെ എങ്ങോട്ടെങ്കിലും പോടാ. ഇവൻ്റെ 4 ഇൻഡിക്കേറ്റർ ഇട്ട് കളിക്കുന്നു. മഴയത്ത് 4 ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടല്ലോ, തലമുണ്ട ഞാൻ തെച്ച് കുളിക്കും. അത് നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഇട്ടില്ല, തന്നെ പോകുന്നു. പറ്റിയില്ലേ? കുറച്ച് ഫ്രണ്ടിലോട്ട് ഇത് വീട് താഴോട്ട് ഇറങ്ങി പുള്ളിയാണ് നല്ല രസമുണ്ടല്ലേ. ഈ പോലെ കഴിയുമെല്ലാം വിളിച്ചാൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ ആയിരുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു. കഷ്ടം അതിപ്പോൾ 143 സബ്സ്ക്രൈബേഴ്സായി. ഈ നാൾക്ക് എത്ര? 7 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 150 സബ്സ്ക്രൈബേഴ്സ് ആക്കാം. കഷ്ടമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ.